ലോകം ലോകകപ്പ് ആരവങ്ങളിലേക്ക് നീങ്ങുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് സുബൈർ വാഴക്കാടാണ്. അർജന്റീനയുടെ കടുത്ത ആരാധകനാണ്. 2018 മുതൽ തന്നെ സുബൈർ ഫുട്ബോളിനെ കുറിച്ച് പറയുന്നത് ലോകം മുഴുവൻ വൈറലായി. 2022 നമ്മൾ ഈ കാണുന്ന വീടുണ്ടായി സുബൈറിന്. അർജന്റീന ഫാൻസാണ് കൂടെ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു വീട് സുബൈറിന് വെച്ച് നൽകുന്നത്. പുതിയ ഒരു ലോകകപ്പ് കൂടെ, ലോകകപ്പിനെ വരവേൽക്കാൻ വേണ്ടി ലോകം ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ അർജന്റീന ഫാൻസ് നമ്മൾ ആ പെയിൻ്റ് ഒന്നും മാറ്റിയിട്ടില്ല. ഇല്ലില്ല, അത് മാറ്റണം. ലോകകപ്പ് കഴിയട്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറഞ്ഞൊരു ആരവം, കുറഞ്ഞ ഒരു സംശയമുണ്ട്. അവസാനം ഈ ആരവത്തിലേക്ക് കടന്നാണ്. കോങ്ങാട്, പാലക്കാടൊക്കെ വമ്പിച്ച ബോർഡൊക്കെ, ഫ്ലക്സ് ബോർഡുകളൊക്കെ തൂങ്ങിന്. കാരണം ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 48 രാഷ്ട്രമാണ് ഈ ലോകകപ്പ് പങ്കെടുക്കാൻ പോകുന്നത്. 32 ലോകകപ്പ് അവസാനം ഖത്തർ ലോകകപ്പോട് കൂടിയിട്ട് അവസാനിച്ച്. അത് 98ലാണ് 32 രാഷ്ട്രം നിലവിലുന്നത്. ഖത്തറോട് അവസാനിച്ച്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ 48 രാജ്യമാകുമ്പോൾ പുതിയ രാജ്യങ്ങളുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് ഖബർദെ എന്ന് പറഞ്ഞ രാജ്യം വരുന്നുണ്ട്. 1.5 ലക്ഷം ജനസംഖ്യയുള്ള കുറസാവോ, അത് കോൺകാഫ് മേഖലയിൽ നിന്നാണ് വരുന്നത്. ആ 75 ശേഷം ലോകകപ്പിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ 40 ഉസ്ബെക്കിസ്ഥാനുണ്ട്, ജോർദാൻ ഒക്കെ പുതിയ രാജ്യങ്ങളാണ്. അപ്പോൾ 48 രാജ്യമാകുമ്പോൾ ആരൊക്കെ മുന്നേറുന്നുള്ള മത്സരങ്ങൾ നടക്കണം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിലെ ചാമ്പ്യൻ അർജൻറ്റീനയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുപോലെ ലയണൽ സ്കെലോണി എന്ന് പറഞ്ഞ കോച്ച്, തന്ത്രശാലിയായ കോച്ചിയാണ്. അതുപോലെ ഈ ഏഞ്ചൽ ഡി മരിയ, ഈ വിരമിച്ചൊരു പ്രശ്നം ടൂർണമെൻറ്റ് കാണുന്നുണ്ട്. പിന്നെ അക്യൂന ഡിബാല, ഇവർ രണ്ടാളും ലയണൽ സ്കെലോണി ഉൾപ്പെടുത്തി. നിക്കോപാസ് എന്ന് പറഞ്ഞ ഒരു അസാധ്യമായ മധ്യനിര, ഒരു ചെറിയ പരിക്ക് കുടുങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ പൂർണ്ണ ഫിറ്റ്നസ് മുണ്ടെടുക്കുന്ന പ്രതീക്ഷ. അതുപോലെ ഡിഫൻസിൽ ശക്തമായ ഡിഫൻസാണ്. അതുപോലെ ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്, റൊമോറോ ഉണ്ട്, ടാക്ലിയാഫിക്കോ ഉണ്ട്, പെസല്ലയുണ്ട്, മോണ്ടിയൽ, പിന്നെ മൊളീന ഒക്കെ ഉള്ള ടീമാണ് ഡിഫൻസ്. ഡീപോൾ, എൻസോ ഫെർണാണ്ടസ്, പെരഡസ്, പിന്നെ മക്കാലിസ്റ്റർ, ഈ പിന്നെ ലോസൽസോ, അതേമാതിരി ജൂനിയൽ അൽവാരസ്, ലൗതാറോ മാർട്ടിൻ, നിക്കോളാസ് ഗോൺസാലസ് ഒക്കെ അടങ്ങിയ മെസ്സി. ശക്തമായ അവസാന ലോകകപ്പാണ് മെസ്സിൻ്റെ ഈ ലോകകപ്പ്. പൂർണ്ണമായിട്ട് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കാരണം അർജന്റീനയെ സംബന്ധിച്ചോളം സമ്മർദ്ദമില്ലാതാണ് ഈ വേൾഡ് കപ്പ് കളിക്കുന്നത്. ഈ വേൾഡ് ചാമ്പ്യൻ ആയാലും കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ സമ്മർദ്ദമില്ലാതെ കളിക്കുമ്പോൾ അർജന്റീന ഫോമിലേക്ക് ഉയരാനാണ് സാധ്യത. ഡിഫൻസ് ശക്തമായ എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ, ശക്തമായ ഗോൾ കീപ്പറാണ്. മൂസോ ഉണ്ട്, റൂളി, അങ്ങനെ 3 ഗോൾ കീപ്പർമാരുണ്ട്. ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ മെസ്സി പേശി വലിവ്, ഒപ്പം തന്നെ നമ്മൾ പ്രായാധിക്യം, ഇതൊക്കെ കാരണം ഈ ലോകകപ്പിന് ഉണ്ടാവില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആരാധകരെ സംബന്ധിച്ച് മെസ്സി ഉള്ളത് വലിയ ആവേശമാണ്. പക്ഷേ ആ ഒരു പഴയ ഫോമിലേക്ക് കളിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? പഴയ ഫോമിലേക്ക് കളിക്കാൻ കഴിയുന്നുള്ള കളി തുടങ്ങിയിട്ട് പറയാൻ കേട്ടാൽ 38-39 വയസ്സായി. പക്ഷേ മെസ്സി ആ ഗ്രൗണ്ടിൽ ഉണ്ടായാൽ മതി. കാരണം മെസ്സി ഇല്ലെങ്കിൽ ടീം വാർത്തെടുത്തു പോയി ലയണൽ സ്കെലോണി എന്ന തന്ത്രജ്ഞ കോച്ച്. അവിടെ ആ ഗ്രൂപ്പിൽ ഒന്ന് ആഫ്രിക്കയിൽ നിന്ന് പിന്നെ അൾജീരിയയാണ്. അൾജീരിയ ചില മോശക്കാരാവില്ല. നെതർലാൻഡ്സിനെ മിഞ്ഞാന്ന് ഇപ്പോൾ സൗഹൃദത്തിൽ പൊട്ടിച്ചതാണ്. ഒന്ന് ഏഷ്യയിൽ നിന്ന് പിന്നെ ജോർദാൻ, ഒന്ന് യൂറോപ്പിൽ നിന്ന് പിന്നെ ഓസ്ട്രിയ. ഈ ടീമുകളാണ് ഗ്രൂപ്പിൽ നേരിടേണ്ടി. അർജന്റീനയ്ക്ക് വലിയ വെല്ലുവിളി ഉണ്ടാവില്ല. അൾജീരിയ കുറച്ച് വെല്ലുവിളി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ സൗദി അറേബ്യ അപ്രത്യക്ഷമായി പരാജയപ്പെട്ട കഴിഞ്ഞ വേൾഡ് കപ്പിൽ. അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് ലയണൽ സ്കെലോണി ഇറക്കും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നല്ലൊരു പോരാട്ടം നമുക്ക് കാണാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ ലോകകപ്പിന് നമ്മൾ അർജന്റീനയുടെ കടുത്ത ആരാധന മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗൽ, ബ്രസീൽ, ഫ്രാൻസ്, ഇങ്ങനെ നിരവധി ടീമുകളുണ്ട്. ഈ ടീമിൽ ഏതൊക്കെ ടീമുകൾക്കാണ്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ക്ലബ്ബ് ഫുട്ബോളൊക്കെ തന്നെ നോക്കുന്ന ഒരാളാണ് സുബൈർക്ക, എന്താണ് തോന്നുന്നത്? ഇപ്പോൾ പിന്നെ ലാറ്റിൻ അമേരിക്കയിൽ ഒരു ശക്തമായ ടീമാണ് ബ്രസീൽ എന്ന് പറഞ്ഞത്. ബ്രസീൽ കുറച്ച് മങ്ങിയിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. ലാറ്റിൻ അമേരിക്കയിൽ യോഗ്യതയിലൊക്കെ മങ്ങിയിട്ടാണ്. കാർലോസ് ആഞ്ചലോട്ടി എന്ന് പറഞ്ഞ കോച്ചിനെ ഒരു തിരിച്ചു വിളിക്കുകയാണ്. അതുപോലെ നെയ്മർ, അവസാന ലോകകപ്പാണ് നെയ്മറിന്. അതുപോലെ വിനീസസ്, റാഫിഞ്ഞോ, എൻട്രിക്ക്, പിന്നെ അലസാൻഡർ, ഗബ്രിയേൽ, പിന്നെ വെസ്ലി ഒക്കെ ഉള്ള ടീമാണ് ബ്രസീൽ. മോശം വരില്ല. പക്ഷേ ഓല ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ നാഷണൽ കപ്പ് ചാമ്പ്യന്മാരാണ് മൊറോക്കോപ്പം. സെനഗലിനെ പരാജയപ്പെടുത്തി. ഒന്ന് യൂറോപ്പിൽ നിന്ന് സ്കോട്ട്ലൻഡാണ് ശക്തമായ, പിന്നെ എയ്ത്തിയാണ്. പക്ഷേ എന്നാലും ബ്രസീൽ മറികടക്കുന്നതാണ്. പിന്നെ ശക്തമായ ടീം പോർച്ചുഗൽ, റോബർട്ടോ മാർട്ടിനസ് എന്ന് പറഞ്ഞ കോച്ചിയാണ്. പിന്നെ അവസാന ലോകകപ്പായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ, റൂബൻ ഡിയാസ്, നൂനോ മെൻഡസ് അടങ്ങുന്ന ടീമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ. പിന്നെ ഒരു ശക്തമായ ടീമാണ് ദസാംസിൻ്റെ ഫ്രാൻസ് ശക്തമായ ടീമാണ്. എംബാപ്പ അടക്കുന്ന ടീം ഉണ്ട് അവിടെ. സാലിബ ഉണ്ട്, പിന്നെ കൊനാട്ടയുണ്ട്, ഉസ്മാൻ ഡംബലയുണ്ട്. നല്ല ടീമാണ്. പിന്നെ കാൻഡ ഒക്കെ അടങ്ങുന്ന ടീമാണ് ഫ്രാൻസിന് സാധ്യത ഉണ്ട്. പിന്നെ ഒന്ന് ശക്തമായ ടീമാണ്, ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ ടീമാണ് സ്പെയിൻ. ലൂയിസ് ഡെലഫോണ്ടയാണ് അവരുടെ കോച്ച്. അവിടെ യമാൽ വില്യംസ്, ഒരു ഫോർവേഡ്, ശക്തമായ ഒരു ഫോർവേഡ് തന്നെയാണ് സ്പെയിൻ എന്ന് പറഞ്ഞത്. അതേമാതിരി പിന്നെ ബ്രിട്ടൻ ഭാഗ്യം കുറഞ്ഞൊരു ടീമാണ് ബ്രിട്ടൻ. പക്ഷേ അതിൽ തോമസ് ടുങ്കൽ എന്ന് പറഞ്ഞ കോച്ചാണ് പോലെ കോച്ച്. അത് ആരിങ്കയിനൊക്കെ ഉണ്ട്. പക്ഷേ ബ്രിട്ടൻ മോശക്കാരല്ല. പിന്നെ ശക്തമായ ടീം തന്നെയാണ് ബ്രിട്ടന് ഭാഗ്യം കുറഞ്ഞ ഒരു
ടീമാണ്. പിന്നെ ശക്തമായ ടീമാണ് യോഹാൻ ക്രൈഫുള്ള കാലഘട്ടത്തിലൂടെ ശക്തമായ ടീം നെതർലാൻഡ്സ്, ഹോളണ്ട് ശക്തമായ ടീമാണ്. പക്ഷേ ഭാഗ്യം ഇതുവരെ വേൾഡ് കപ്പ് യോഹാൻ ക്രൈഫുള്ള കാലത്തിലൂടെ നേടാൻ സാധിക്കാത്തൊരു ടീമാണ് നെതർലാൻഡ്സ്. അപ്പോൾ നെതർലാൻഡ്സിൽ ചില്ലറക്കാരെല്ലാം 4-5 രാജ്യം ശക്തമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ 1-ാം റൗണ്ട് കളി തുടങ്ങണം പൂർണ്ണമായിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് പറയണമെങ്കിൽ. ഈ ഗ്രൂപ്പ് ഫിക്സേഴ്സൊക്കെ നോക്കുന്ന സമയത്ത് എന്നാലും ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഏതൊക്കെ ടീമുകളായിരിക്കും മുന്നോട്ടേക്ക് കുതിക്കാനുള്ളൊരു സാധ്യത? ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 4-5 രാജ്യം മുന്നോട്ട്. പിന്നെ ആഫ്രിക്കയിൽ നിന്ന് ചില്ലറക്കാരല്ല മൊറോക്കോ സെനഗലും. പിന്നെ യൂറോപ്പിൽ നിന്ന് ശക്തമായൊരു കറുത്ത കുതിരകളാൻ സാധ്യതയുണ്ട്. നോർവേ, സ്റ്റേൽസോൺ ബെക്കൻ എന്ന് പറഞ്ഞ കോച്ചാണ് ഇവിടെ കോച്ച്. ഹർലിംഗ് ഹാളണ്ട് ശക്തമായ കളിക്കാരനാണ്. അത് അടങ്ങിയ നോർവേ കുറേ വർഷത്തിന് ശേഷം യോഗ്യത നേടിയിട്ട് യൂറോപ്പിൽ നിന്ന് ശക്തമായ ടീമാണ് യോഗ്യത നേടി വരുന്നത്. പിന്നെ ഒരു അഭാവം എന്ന് പറഞ്ഞാൽ 3 ലോകകപ്പിന് പുറത്തായ ടെൻഷൻ ഇറ്റലി. ഈ 3 കുറേ ആരാധകരുടെ ടീം ഇനി 3 ലോകകപ്പിൽ ഇപ്പോൾ ഇറ്റലി പുറത്താണ്. ബോസ്നിയ എന്ന് പറഞ്ഞ രാജ്യത്തോണ്ട് പ്ലേ ഓഫിൽ ഫൈനലിൽ ഇറ്റലി പുറത്താണ്. കുറച്ച് ലോക്കൽ ടീമാണ് ബോസ്നിയ. ഓലോണ്ട് പോലും 48 രാഷ്ട്രമായിട്ട് പോലും ഇറ്റലിക്ക് യോഗ്യം നേടാൻ കഴിയാത്തൊരു ക്ഷീണമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ആരാധകർക്ക് ടെൻഷനുണ്ടാവും. ഖത്തർ ഒപ്പം തന്നെ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യങ്ങളിലൊന്നു കൂടെയാണ് ലോകകപ്പിൽ. ഖത്തറിൻ്റെ സാധ്യത ഒപ്പം തന്നെ ഒരു മലയാളിയുടെ സാന്നിധ്യം. ഖത്തർ ഏഷ്യയിൽ കഴിഞ്ഞ പ്രാവശ്യം സാധ്യതയാണ്. തഹസിൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു അഭിമാനം തന്നെയാണ് കേരളത്തിനും അത് ഇന്ത്യക്കും തന്നെ അഭിമാനം തന്നെ. ഖത്തർ അവിടെ ശക്തമായ ഒരു കളി പുറത്തേക്ക് എടുക്കാൻ സാധിക്കട്ടെ നമ്മൾ പറയാം. അതുപോലെ ഗ്രൂപ്പ് എന്ന് സ്വിറ്റ്സർലാൻഡ് ശക്തമായ പ്രതിരോധം കാഴ്ചവെക്കുന്ന ടീമാണ് സ്വിറ്റ്സർലാൻഡ്. അതുകൊണ്ട് മുന്നോട്ട് പോട്ടെ. പിന്നെ ബോസ്നിയയാണ് ഗ്രൂപ്പിൽ, കാനഡയാണ്. കാനഡ ആതിഥേയരായ രാജ്യമാണ് കാനഡ. 3 രാജ്യത്താണ് ലോകകപ്പ് എടുക്കുന്നത്. അപ്പോൾ പോരാടും. അതിന് തഹസീൻ മുഹമ്മദ് അടക്കമുള്ള കളിക്കാർ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അർജൻറ്റീനയുടെ ആദ്യ മത്സരങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും? അർജൻറ്റീനയ്ക്ക് വെല്ലുവിളി ഉണ്ടാവുമോ? വെല്ലുവിളി ഉണ്ടാവും. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നെതർലാൻഡ്സിനെ സൗഹൃദത്തെ പരാജയപ്പെടുത്തിയതാണ്. പിന്നെ അൾജീരിയ, വാൾട്ടമർ പെറ്റ്കോവിച്ച് എന്ന് പറഞ്ഞ ഒരു കോച്ചാണ് അൾജീരിയൻ്റെ കോച്ച്. പക്ഷേ അർജൻറ്റീനയെ സംബന്ധിച്ചുള്ള ആഫ്രിക്കയിൽ നിന്നാണ് വരുന്ന ടീമാണ്. പക്ഷേ അർജൻറ്റീന പരാജയപ്പെടുത്തിയ സമയത്ത് വെച്ചാൽ അവർക്ക് അഭിമാനമാണല്ലോ. അപ്പോൾ പോരാടും. പിന്നെ ജോർദാൻ, ജമാൽ സലാമിയാണ് ഒരു കോച്ച്. യുഎസിയിൽ നിന്ന് വരുന്ന ടീമാണ് ജോർദാൻ. അതേമാതിരി റാൾഫ് ജെനിക്ക് എന്ന് പറഞ്ഞാണ് ഓസ്ട്രിയൻ്റെ കോച്ച്. ഓസ്ട്രിയ യൂറോപ്പിൻ്റെ ശക്തമായ ടീമാണ്. എന്നാലും മറികടക്കും. 2-ാം റൗണ്ട് കടക്കും. അൾജീരിയൻ്റെ വെല്ലുവിളി, പിന്നെ ജോർദാൻ്റെ വെല്ലുവിളിയും ഓസ്ട്രിയൻ്റെ വെല്ലുവിളിയും മറികടന്ന് അർജൻറ്റീന 2-ാം റൗണ്ട് കയറും എന്നാണ് പ്രതീക്ഷ, സ്കലോണി ആയതുകൊണ്ട്. ഏതായാലും നമുക്ക് 1-ാം റൗണ്ട് കഴിയുമ്പോഴേക്ക് വീണ്ടും സുബൈറിൻ്റെ ഇത്തരത്തിലുള്ള ഫുട്ബോൾ നിരീക്ഷണങ്ങളും ഒപ്പം തന്നെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഏതായാലും ഇത്ര നേരം സംസാരിച്ചതിന് വളരെയധികം സന്തോഷം. നമുക്ക് ഈ അർജൻറ്റീന വീടിൻ്റെയും ഒപ്പം തന്നെ സുബൈറിൻ്റെ ഫുട്ബോൾ വിശേഷങ്ങളുമാണ് നമ്മളിന്ന് പങ്കുവെച്ചത്. ക്യാമറാമാൻ അനുരാഗിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.